നമസ്കാരം. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ആം ആദ്മി പാർട്ടിക്ക് ലഭിച്ചിരിക്കുന്നത് കനത്ത തിരിച്ചടി തന്നെയാണ്. നിലവിലെ ഡൽഹി മുഖ്യമന്ത്രിയായ ആതിഷി സിംഗും നേരത്തെ ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയയും ഉൾപ്പെടെയുള്ള നേതാക്കൾ പിന്നിലാകുന്ന കാഴ്ച കണ്ട് അമ്പരന്ന് നിൽക്കുകയാണ് ആം ആദ്മി പാർട്ടി നേതൃത്വം. അരവിന്ദ് കെജ്രിവാളിൻ്റെ നിലയും അത്ര സുരക്ഷിതമല്ല എന്നുള്ള തിരിച്ചറിവ് ആം ആദ്മി പാർട്ടി നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയായി മാറുകയാണ്. എന്നാൽ BJP സംബന്ധിച്ച് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ്, അല്ലെങ്കിൽ കാൽനൂറ്റാണ്ടിന് ശേഷമാണ് അവർ വീണ്ടും ഡൽഹി പിടിക്കുന്നത്. ഇത് വലിയൊരു നേട്ടമായി തന്നെ ആഘോഷിക്കാനാണ് BJPയുടെ നീക്കം. BJP കേന്ദ്ര കമ്മിറ്റി ഓഫീസിന് മുന്നിലേക്ക് ഇപ്പോൾ തന്നെ നിരവധി പേർ എത്തി ആഘോഷ ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ വൈകുന്നേരത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ BJP കേന്ദ്ര ആസ്ഥാനത്തേക്ക് എത്തി ഒരുപക്ഷെ സ്വീകരണം ഏറ്റുവാങ്ങാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഡൽഹിയെ സംബന്ധിച്ച് ഇത് പുതിയൊരു ഭരണകൂടം വരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സ്ത്രീകൾക്കും അതുപോലെ പിന്നോക്ക വിഭാഗങ്ങൾക്കുമൊക്കെ ഒരുപാട് ആനുകൂല്യങ്ങൾ ചെയ്തതിൻ്റെ ബലത്തിൽ തങ്ങൾ വിജയിക്കും എന്ന് തന്നെയാണ് ആം ആദ്മി പാർട്ടി കരുതിയിരുന്നത്. കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളിലും അവരുടെ ആ മാജിക്ക് ഇത്തവണ അവർക്ക് ഫലിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് BJP നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമാണ്. എന്നാൽ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് ഇത് വലിയൊരു തിരിച്ചടി തന്നെയാണ്. ഒരുപക്ഷെ അമിതമായ ആത്മവിശ്വാസവും ആം ആദ്മി പാർട്ടിക്ക് തിരിച്ചടിയായോ എന്ന് സ്വാഭാവികമായും സംശയിക്കേണ്ടി വരും. മാത്രമല്ല, തൊട്ടയൽ സംസ്ഥാനമായ പഞ്ചാബിൽ ഇപ്പോഴും ഭരണം നടത്തുന്നത് ആം ആദ്മി പാർട്ടിയാണ്. ഒരുപക്ഷെ നാളെ പഞ്ചാബിലെ രാഷ്ട്രീയ സ്ഥിതിയും മറിഞ്ഞുകൂടുന്നില്ല. പഞ്ചാബിൽ ഖാലിസ്ഥാൻവാദികളെ സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ നേരത്തെയും പലവട്ടം ഉന്നയിച്ചിരുന്നു കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ. ഏതായാലും ഡൽഹി BJP കാൽ നൂറ്റാണ്ടിന് ശേഷം, അതായത് 27 വർഷത്തിന് ശേഷം തിരികെ പിടിക്കുമ്പോൾ ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂടി നേട്ടമായിട്ട് വേണം കണക്കാക്കാൻ. തങ്ങൾ നേരത്തെ ഉണ്ടായ തിരിച്ചടികളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് കൃത്യമായ ഹോംവർക്ക് നടത്തി എങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ വിജയം നേടാം എന്ന് BJP ഒന്നുകൂടി തെളിയിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് എക്സിറ്റ് പോൾ സർവേ ഫലങ്ങളും ഇത്തവണ വളരെ കൃത്യമായി കഴിഞ്ഞ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ഉണ്ടായതുപോലെയുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ തിരികെ മറിച്ച് സംഭവിക്കുന്നത് ഒഴിവായി. ഇത്തവണ എക്സിറ്റ് പോൾ ഫലങ്ങൾ വളരെ കൃത്യമായി BJPയുടെ മടങ്ങിവരവ് തന്നെയാണ് പ്രവചിച്ചിരുന്നത്. അതും ഇപ്പോൾ യാഥാർത്ഥ്യമായി മാറിയിരിക്കുക.